അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ശരണം വിളിച്ച കോൺഗ്രസ് കൌൺസിലർ തിരുവനന്തപുരം നഗരസഭയിലെ കുന്നുകുഴി വാർഡ് കൌൺസിലർ മേരി പുഷ്പമാണ് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മേരി പുഷ്പം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മേരി പുഷ്പം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്നത്തെ സത്യപ്രതിജ്ഞയിൽ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ആകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സത്യപ്രതിജ്ഞ ആയല്ലോ ഇത് മേരി പുഷ്പത്തിന്റെ. ഒപ്പം നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണമായി പ്രധാനമായി UDF കൊണ്ട് നടന്നിരുന്നത് ഈ ശബരിമല വിഷയം തന്നെയായിരുന്നല്ലോ. അങ്ങനെയായിരുന്നു. കാരണം സത്യപ്രതിജ്ഞ ചടങ്ങിൽ മറ്റ് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാരും ആ തരത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. KS ശബരിനാഥൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് കുന്നുകുഴി വാർഡിൽ നിന്ന് മത്സരിച്ച ഏതാണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറാകുന്നത് മേരി പുഷ്പം. ആ മേരി പുഷ്പമാണ് സത്യപ്രതിജ്ഞ അവസാനം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത്. ഞാൻ അല്പസമയം മുമ്പ് മേരി പുഷ്പത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കള്ളയിലുള്ള പ്രതിഷേധമാണ് അവിടെ കാണിച്ചത്. പാർട്ടിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവിടെ സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന കാര്യവും മേരി പുഷ്പം പറയുന്നുണ്ട്. അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നടന്നു. അതായത് സത്യപ്രതിജ്ഞയുടെ അവസാന സമയമായപ്പോൾ BJP പ്രവർത്തകർ കൗൺസിൽ ഹാളിന് സമീപത്ത് നിന്ന് ഗണഗീതം പാടുന്ന RSSന്റെ ഗണഗീതം പാടുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് കണ്ടു. അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷമായ UDFന്റെ LDFന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ ആദ്യ ദിവസമായതുകൊണ്ട് ഇന്ന് BJPക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിവസമായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധത്തിനൊന്നും പോകുന്നില്ല എന്നാണ് പിന്നാലെ ഈ പ്രവർത്തക RSS ഗണഗീതം പാടി എന്നുള്ളത്. ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് ഹാളിൽ പ്രവർത്തക ഗണഗീതം പാടിയത്. നമുക്കൊന്ന് കണ്ടുവരാം. തുടരുന്നുണ്ട്. റഹീസ്, അങ്ങനെ വേറിട്ട ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനായിരുന്നു ഒപ്പം. പക്ഷെ അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ ഗണഗീതമൊക്കെ നമുക്കറിയാം മുൻപും വലിയ വിവാദമായിരുന്നു. ആ രീതിയിൽ തന്നെ മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, തിരുവനന്തപുരം നഗരസഭ അടുത്ത ദിവസങ്ങളിൽ എന്താകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സത്യപ്രതിജ്ഞ ദിവസം കണ്ട കാഴ്ചകൾ. സത്യപ്രതിജ്ഞയ്ക്ക് സമാപിച്ച് നേതാക്കൾ അവിടെ നിന്ന് പിരിയുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു കൂട്ടം BJP പ്രവർത്തകർ കൂട്ടമായി നിന്ന് ഗണഗീതം പാടുന്നത് നമ്മൾ കണ്ടത്. കുറേ അധികം പ്രവർത്തകർ അവിടെ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. തുടക്കത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തകരായിട്ടുണ്ടായിരുന്നത് BJPക്കാരായിരുന്നു. ഓരോ BJP കൗൺസിലറെയും ക്ഷണിക്കുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ CPIMന്റെ പ്രവർത്തകരും അവിടെ തമ്പടിച്ചു. ഇരു വിഭാഗവും അവരവരുടെ കൗൺസിലർമാരെ വിളിക്കുമ്പോൾ അവരവരുടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് RSSന്റെ പ്രവർത്തകർ കൂട്ടമായി നിന്ന് ഗണഗീതം പാടുന്നത് കണ്ടത്. ആദ്യ ദിവസം എന്ന നിലയിലായിരിക്കണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പോവുക എന്നതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം ആദ്യ ദിവസം തന്നെ BJP കാണിച്ചു തന്നിട്ടുണ്ട്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സത്യപ്രതിജ്ഞ പിന്നാലെ പ്രവർത്തകർ RSS ഗണഗീതം പാടിയത്.